ഇന്നത്തെ പരിശോധനാ ഫലം ആർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. രോഗബാധയുണ്ടായിരുന്ന 7 പേര് നെഗറ്റീവായിട്ടുണ്ട്. അതിൽ കോട്ടയത്ത് 6, ഇതിലൊരാൾ ഇടുക്കി സ്വദേശിയാണ്. പത്തനംതിട്ട 1. ഈ രീതിയിലാണ് ഫലം നെഗറ്റീവായത്. ഇതുവരെ 502 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 30 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 14,670 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 14,402 പേർ വീടുകളിലാണ്. 268 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 58 പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 34,599 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 34,063 എണ്ണം രോഗബാധയില്ല എന്നുറപ്പായിട്ടുണ്ട്. ഇന്ന് പരിശോധന നടത്തിയത് 1,154 സാമ്പിളുകളാണ്. സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പിലെ 2,947 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 2,147 എണ്ണം നെഗറ്റീവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 6 ജില്ലകളിൽ മാത്രമാണ് കോവിഡ് ബാധിച്ചവർ ചികിത്സയിലുള്ളത്. കണ്ണൂരിൽ 18 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. കോവിഡ് മുക്തമായി 8 ജില്ലകൾ: കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം. പുതുതായി ഇന്ന് ഹോട്ട്സ്പോട്ടുകളൊന്നുമില്ല. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവും ആശ്വാസകരമായ കാര്യമാണ്. ലോക്ക്ഡൗൺ കാരണം വിദേശ രാജ്യങ്ങളിൽ പെട്ടുപോയ കേരളീയർ നാളെ മുതലാണ് നാട്ടിലെത്തുന്നത്. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഏർപ്പെടുന്ന വിമാനങ്ങൾ, പ്രതിരോധ വകുപ്പ് ഏർപ്പെടുന്ന കപ്പലുകൾ, ഇതിലാണിവർ വരുന്നത്. നാളെ 2 വിമാനങ്ങൾ വരുമെന്നാണ് ഒടുവിൽ ലഭിച്ചിട്ടുള്ള ഔദ്യോഗിക വിവരം. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്കുമാണ് വിമാനങ്ങൾ വരുന്നത്. നാട്ടിലേക്ക് വരുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കണമെന്ന് ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തി സംസ്ഥാനം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ മറുപടി ലഭിച്ചിട്ടില്ല. മടങ്ങി വരുന്ന ഓരോ മലയാളിയുടെയും കാര്യത്തിൽ കരുതലോടെയാണ് നാം ഇടപെടുന്നത്. വരുന്നവർ താമസസ്ഥലം മുതൽ യാത്രാവേളയിൽ ഉടനീളം അതിയായ ജാഗ്രത പുലർത്തേണ്ടതാണ്. വിമാനത്താവളം മുതൽ ആ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്ത്
പല കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കേരളീയർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ദില്ലി ജാമിയ മിലിയ സർവകലാശാലയിലെ മലയാളി വിദ്യാർത്ഥികൾ അവർക്ക് ലഭിച്ച ഒരു നിർദ്ദേശം ഈ മാസം 15 മുൻപ് ഹോസ്റ്റലുകൾ ഒഴിയണമെന്നാണ്. അത് നിരീക്ഷണ കേന്ദ്രങ്ങളാക്കാൻ വേണ്ടിയാണെന്നാണ്. പെൺകുട്ടികളടക്കം 40 വിദ്യാർത്ഥികളുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഡൽഹി, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ലോക്ക്ഡൗൺ കാരണം കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ കേരളത്തിലെത്തിക്കാനുള്ള ഊർജിതമായ ശ്രമം സർക്കാർ നടത്തുന്നത്. പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിനിൽ ഇവരെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയണമെന്നാണ് ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് ഈ 4 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിട്ടുണ്ട്. സർക്കാരിന് ലഭിച്ച കണക്കുകളനുസരിച്ച് 1200ഓളം മലയാളി വിദ്യാർത്ഥികൾ തിരിച്ചു വരാനായി ഈ 4 സംസ്ഥാനങ്ങളിലുണ്ട്. 723 പേര് ഡൽഹിയിലുണ്ട്. 348 പേര് പഞ്ചാബിൽ, 89 പേര് ഹരിയാനയിൽ, ഹിമാചലിൽ 17 പേര്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്തിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഡൽഹിയിലെത്തി യാത്ര ആരംഭിക്കാൻ പറ്റും. ഇത്തരത്തിൽ ഉള്ള ബന്ധപ്പെടലാണ് സംസ്ഥാനങ്ങളുമായി നടത്തുന്നത്. ഇത് സംബന്ധിച്ച് റെയിൽവേയുമായി ഔപചാരികമായി ബന്ധപ്പെടാൻ ഡൽഹി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേക ട്രെയിനിൻ്റെ തീയതി ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് വിദ്യാർത്ഥികളെ മുഴുവൻ ഡൽഹിയിലേക്ക് എത്തിക്കാൻ ഈ വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടും. കേന്ദ്ര ഗവൺമെൻറ്റുമായും ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇതുവരെ എത്തിയവർ 6802 പേരാണ്. രണ്ട് 2,03,189 പേർ കോവിഡ് ജാഗ്രതാ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാസിനാവശ്യപ്പെട്ടത് 69,108 പേരാണ്. 38,862 പാസുകൾ വിതരണം ചെയ്തു. തമിഴ്നാട്ടിൽ നിന്ന് 4,298 പേര്, കർണാടകയിൽ നിന്ന് 2,120 പേര്, മഹാരാഷ്ട്രയിൽ നിന്ന് 98 പേര്. ഇത്രയാണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനുള്ളതും ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ എത്തിയത്. വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ മാത്രം 4,369 പേർ, മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലൂടെ 1,637 പേരും വന്നു. ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയവരുടെ എണ്ണം 576 ആണ്. ലോക്ക്ഡൗൺ കാരണം മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന 163 കുട്ടികൾ
തിരിച്ചെത്തിയവരുടെ കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്ത് അടിയന്തര ചികിത്സക്കായി 47 പേരെത്തി. 66 ഗർഭിണികളും എത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നത് ഉറപ്പുവരുത്തണം. ഇപ്പോഴുള്ള സ്ഥലം ഹോട്ട്സ്പോട്ടാണെങ്കിൽ തിരിച്ചെത്തിയാൽ സംസ്ഥാനം ഏർപ്പെടുത്തുന്ന ക്വാറന്റൈനിൽ 7 ദിവസം കഴിയണം. എന്നാൽ ഈ ക്വാറന്റൈൻ കാര്യത്തിൽ ഗർഭിണികളെ ഒഴിവാക്കുകയാണ്. അത് വിദേശത്തു നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും വരുന്ന ഗർഭിണികൾക്ക് വീടുകളിലേക്ക് പോകാം. അവർ വീടുകളിലാണ് നിരീക്ഷണത്തിൽ കഴിയേണ്ടത്. ബാക്കിയുള്ളവർ പൊതുവായ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിൽ കഴിയണം. ഇപ്പോൾ സംസ്ഥാനത്ത് നിന്ന് യാത്രാ അനുമതി ലഭ്യമായ ശേഷം കേരളത്തിലെ ഏത് ജില്ലയിലേക്കാണോ വരേണ്ടത്, ഇപ്പോൾ ഉള്ള സംസ്ഥാനത്ത് നിന്ന് യാത്രാനുമതി ലഭ്യമായ ശേഷം ഏത് ജില്ലയിലേക്കാണോ ഇവിടെ വരേണ്ടത്, ആ ജില്ലയിലേക്കുള്ള യാത്രാനുമതിക്കായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് COVID-19 jagrada.kerala.nic.in എന്ന പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നോർക്ക രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ ഇതിനായി ഉപയോഗിക്കാം. വരുന്ന വാഹനത്തിൻ്റെ വിശദാംശങ്ങളും ലഭ്യമാക്കണം. പാസിൽ കേരളത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയ തീയതിയിൽ അതിർത്തിയിൽ എത്തുന്ന വിധത്തിൽ യാത്ര ആരംഭിക്കാവുന്നതാണ്. വരുന്ന ജില്ലയിൽ നിന്നും എത്തിച്ചേരേണ്ട ജില്ലയിൽ നിന്നും പാസ് ഉണ്ടാകണം. അതായത് 2 കൂട്ടരും പാസ് നൽകണം എന്നർത്ഥം. ബന്ധുക്കളെ സന്ദർശിക്കാനും മറ്റുമായി കേരളത്തിലെത്തി കുടുങ്ങിപ്പോയ മലയാളികൾക്ക് ഇതര സംസ്ഥാനങ്ങളിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാനാകാത്ത സ്ഥിതിയുണ്ട്. ഇവർക്ക് പോകുന്നതിന് മറ്റു തടസ്സമില്ല. പക്ഷെ എവിടെയാണോ പോകേണ്ടത് ആ സംസ്ഥാനങ്ങളുടെ അനുമതി വാങ്ങണം. ആ അനുമതി ലഭിക്കുന്ന മുറക്ക് യാത്ര ചെയ്യാവുന്നതാണ്. പാസ് ഇവിടെ ലഭ്യമാക്കും. ഇവിടെ തടസ്സമില്ല. വിദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ എത്തുമ്പോൾ മാധ്യമങ്ങൾ കൃത്യമായ നിയന്ത്രണം പാലിക്കാൻ ശ്രദ്ധിക്കണം. വരുന്നവരുടെ അഭിമുഖം എടുക്കാനും മറ്റുമായി പോകുന്നത് ഒഴിവാക്കുന്നതാണ് ഇന്നത്തെ ഘട്ടത്തിൽ നല്ലത്. ശാരീരിക അകലം നിർബന്ധമായും പാലിക്കണം. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. വാർത്താശേഖരണത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഇതിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വയം നിയന്ത്രണം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രവാസികൾ മടങ്ങിയെത്തുന്ന കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളുടെ സുരക്ഷയ്ക്ക് DIG തലത്തിൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സഞ്ജയ് കുമാർ ഗരുഡ്, നെടുമ്പാശ്ശേരിയിൽ മഹേഷ് കുമാർ കാളിരാജ്, കരിപ്പൂരിൽ S. സുരേന്ദ്രൻ,
കണ്ണൂരിൽ കെ സേതുരാമൻ. കൊച്ചി തുറമുഖത്തിൻ്റെ ചുമതല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്കറേക്ക്. ജില്ല വിട്ട് യാത്ര ചെയ്യുന്നവർക്ക് പാസ് ലഭിക്കാനായി അതത് പോലീസ് സ്റ്റേഷനിലാണ് ബന്ധപ്പെടേണ്ടത് എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ പാസ് ലഭിക്കുന്നതിനായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. www.pass.bsafe.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ പാസിന് അപേക്ഷിക്കാം. അപേക്ഷകരുടെ മൊബൈൽ ഫോണിലേക്ക് പാസിൻ്റെ ലിങ്ക് ലഭിക്കും. രോഗപ്രതിരോധത്തിൻ്റെയും ജാഗ്രതയുടെയും 1.5 മാസക്കാലമാണ് നാം പിന്നിട്ടത്. എന്നാൽ ലോക്ക്ഡൗൺ ലംഘനവും ജാഗ്രതയില്ലായ്മയും ഇപ്പോഴും പ്രകടമാകുന്നുണ്ട്. ശാരീരിക അകലം പാലിക്കാത്ത ഇടപെടലുകളും ഉണ്ടാകുന്നു. സംസ്ഥാനത്ത് നിയമലംഘനത്തിൻ്റെ പേരിലും ജാഗ്രതക്കുറവിൻ്റെ പേരിലും ഒരു കേസും ഉണ്ടാകാത്ത ദിനങ്ങളാണ് ഇനിയുണ്ടാകേണ്ടത്. പോലീസ് കർക്കശ നിലപാടെടുക്കുമ്പോൾ പരാതികൾ സ്വാഭാവികമാണ്. പോലീസിനെ അത്തരമൊരു നിലപാടിലേക്ക് നയിക്കാത്ത സമീപനം പൊതുവെ സ്വീകരിക്കേണ്ടതുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലെ ലോക്ക്ഡൗൺ ലംഘനം കർശനമായി തന്നെ നേരിടും. വാളയാറിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകുന്നു. പരിശോധനകൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴി കേരളത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യം പ്രാദേശികമായി ഉയർന്നിട്ടുണ്ട്. കർണാടകയിൽ നിന്നും ഊട്ടിയിൽ നിന്നും മലപ്പുറത്തേക്കെത്താൻ ഇപ്പോൾ 150 കിലോമീറ്റർ ചുറ്റണം എന്നാണ് പരാതി. ഇക്കാര്യത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണാൻ ശ്രമിക്കും. കാർഷിക വൃത്തിയിലും അനുബന്ധ പ്രവൃത്തികളിലും സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നില്ല. ഒരു ശൃംഖലയായി പ്രവർത്തനങ്ങൾ നടന്നാലേ കാർഷിക രംഗത്തെ ഇടപെടലിന് ഫലമുണ്ടാവുകയുള്ളൂ. കൊയ്ത്ത് കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം തടസ്സപ്പെടുന്നതായി ആലപ്പുഴയിൽ നിന്ന് പരാതി വരുന്നുണ്ട്. മില്ലുടമകളാണ് ഇക്കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടത്. ചില സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒഴിച്ചുകൂടാത്തതാണല്ലോ സിമൻറ്റ്. എന്നാൽ ഇപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം സിമൻറ്റ് ഉൽപ്പാദകരിൽ നിന്നും സിമൻറ്റ് നിരക്കിൽ ഭീകരമായ വർധനവാണ് വന്നിട്ടുള്ളത്. ലോക്ക്ഡൗൺ മാർച്ച് 20-ന് പ്രവർത്തികൾ നിർത്തിവെക്കുന്നതിന് മുൻപേയുള്ള സിമൻറ്റിൻ്റെ നിരക്കിനേക്കാൾ 100 രൂപയിൽ കൂടുതൽ വർധനവ്
ഒരു ചാക്കിൽ തന്നെ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. ഇത് പുതിയ സിമൻ്റല്ല, പഴയ സ്റ്റോക്കുള്ള സിമൻ്റാണ്. അതിന് തന്നെ വില വർദ്ധിച്ച് വിൽക്കാനാണ് പരിപാടി. അപ്പോൾ നേരത്തെയുള്ള വിലക്ക് തന്നെ സിമൻ്റ് വിൽക്കുന്നതിന് തയ്യാറാകേണ്ടതാണ്. ഇക്കാര്യത്തിൽ ഉൽപ്പാദകരാണോ ഇവിടെയുള്ള ഡീലർമാരാണോ ആരായാലും വില വർദ്ധിപ്പിക്കാതെയുള്ള സമീപനം ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ലോക്ക്ഡൗൺ കാരണം നിലച്ചുപോയ പരീക്ഷകളുണ്ട്. ഇപ്പോൾ 10, +1, +2 ക്ലാസ്സുകളിലെ അവശേഷിക്കുന്ന പൊതുപരീക്ഷകൾ മെയ് 21-നും 29-നും ഇടയിൽ പൂർത്തീകരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്നത്. പൂർത്തിയായ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം മെയ് 13-ന് ആരംഭിക്കുകയും ചെയ്യും. പ്രൈമറി, അപ്പർ പ്രൈമറി തലങ്ങളിലെ 81,609 അധ്യാപകർക്ക് അധ്യാപക പരിശീലനം ഓൺലൈനായി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ഇത് പൂർത്തിയാക്കും. ഇതിനു പുറമെ പ്രത്യേക അവധിക്കാല പരിശീലനം വിക്ടേഴ്സ് ചാനൽ സംവിധാനം ഉപയോഗിച്ച് കയറ്റ് നടത്തും. സമഗ്ര പോർട്ടലിൽ അധ്യാപകരുടെ ലോഗിൻ വഴി ഇതിനാവശ്യമായ ഡിജിറ്റൽ സാമഗ്രികൾ ലഭ്യമാക്കും. പ്രൈമറി, അപ്പർ പ്രൈമറി അധ്യാപകർക്ക് മെയ് 14-ന് ഇത് ആരംഭിക്കും. സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ആളുകളിൽ പല ആശങ്കയുണ്ട്. തുറക്കാൻ വൈകുന്ന സാഹചര്യമുണ്ടായാൽ പോലും ജൂൺ 1 മുതൽ കുട്ടികൾക്കായി പ്രത്യേക പഠന പരിപാടി വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. വിക്ടേഴ്സ് ചാനൽ തങ്ങളുടെ ശൃംഖലയിലുണ്ട് എന്ന് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർ ഉറപ്പാക്കേണ്ടതാണ്. DTH സേവനദാതാക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനു പുറമെ വെബിലും മൊബൈലിലും ഈ ക്ലാസുകൾ ലഭ്യമാക്കും. ഇത്തരത്തിൽ ഒരു സൗകര്യവുമില്ലാത്ത കുട്ടികൾക്ക് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ഉപകരണങ്ങളുടെ പരിപാലനം സ്കൂളുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മഴക്കാലമാണ് വരുന്നത്. ആ സാഹചര്യത്തിൽ ഇതിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. 2225 ട്രക്കുകൾ ചരക്കുമായി ഇന്നലെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ചരക്ക് നീക്കം സാധാരണ നില പ്രാപിക്കുന്നു. ലോക്ക്ഡൗൺ സമയത്ത് ഭക്ഷണം കിട്ടാതെ വലയാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ അശരണർക്കായി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഭക്ഷണ വിതരണ പരിപാടി 4,44,573 ഭക്ഷണപ്പൊതികളും
29,030 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമായി തുടങ്ങിയ പരിപാടിയായിരുന്നു ആദ്യം. അത് കേരളമൊട്ടാകെ വ്യാപിപ്പിച്ച് 24 അടുക്കളകളിലൂടെയാണ് ഭക്ഷണം വിതരണം ചെയ്തത്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, ഏതാനും സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഒരു വയർ ഊട്ടാം എന്ന ഈ പദ്ധതി നടപ്പാക്കിയത്. ലോക്ക്ഡൗൺ കാലത്ത് ആശുപത്രിയിൽ രക്തം ലഭിക്കുന്നത് ഉറപ്പാക്കാൻ ജീവധാര എന്ന പേരിൽ ഒരു പദ്ധതിക്ക് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് രൂപം നൽകി. ഇതുവഴി 3 ലക്ഷം പേരാണ് രക്തം ദാനം ചെയ്യാൻ കേരളത്തിൽ സന്നദ്ധരായത്. ഇത് 10 ലക്ഷമാക്കുകയാണ് ലക്ഷ്യം. കേഡറ്റുമാരുടെ മാതാപിതാക്കളും ബന്ധുക്കളുമാണ് രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നത്. സംസ്ഥാനത്തെ കാർഷിക ഉൽപാദന വർധനവിനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളുമായി ആശയവിനിമയം നടത്തും. വിക്ടേഴ്സ് ചാനലിലൂടെയാണ് അവരോട് സംസാരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പാക്കാൻ പോവുകയാണോ എന്ന് ഇന്നലെ നിങ്ങൾ ചിലർ അന്വേഷിച്ചിരുന്നു. ഏതായാലും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഒരു കാര്യം ഇപ്പോൾ തുടങ്ങുകയാണ്. നമ്മുടെ ചെത്തുതൊഴിലാളികൾ തെങ്ങ് ചെത്തുന്നതിന് നേരത്തെ അനുമതി കൊടുത്തിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ അത് റെഡിയായിട്ടുണ്ട്. കള്ള് ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി അത് ഷാപ്പിൽ എത്തിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാനത്തെ കള്ള് ഷാപ്പുകൾ മെയ് 13 മുതൽ, അടുത്ത ബുധനാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകുകയാണ്. കോവിഡ്-19 വ്യാപനത്തിൻ്റെയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിൽ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷ പരിപാടി ഈ മെയ് മാസത്തിലാണ് നടക്കേണ്ടത്. ആ പരിപാടികൾ ഉപേക്ഷിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്കും ഇതര പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ ഉദാരമായ സഹായമാണ് നൽകുന്നത്. ക്ഷേമ പെൻഷൻ പറ്റുന്ന വയോജനങ്ങൾ മുതൽ കൈനീട്ടവും സക്കാത്തും കിട്ടുന്ന കുഞ്ഞുങ്ങൾ വരെ സഹായവുമായി മുന്നോട്ട് വരുന്നു. അതിൽ പ്രധാനപ്പെട്ട പല സഹായങ്ങളും ഇവിടെ വാർത്താസമ്മേളനത്തിൽ വായിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് സഹായങ്ങൾ എത്തുന്നത് എന്ന് ജനങ്ങളാകെ അറിയാനാണ്. എന്നാൽ ഇത്തരമൊരു വാർത്താസമ്മേളനത്തിൻ്റെ നല്ല ഭാഗം സഹായങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നത് എന്നും തുടരാനാവില്ല. അതുകൊണ്ട് തന്നെ ലഭ്യമായ ചില സഹായങ്ങളെക്കുറിച്ച് മാത്രമേ ഇന്ന് പരാമർശിക്കുന്നുള്ളൂ. ഉമ്മന്നൂർ സ്വദേശിയും സൗദി അറേബ്യയിൽ പ്രവാസിയുമായ ജോർജ് ഡാനിയലും ഭാര്യയും അധ്യാപികയുമായ മിനി ജോർജും സൗജന്യമായി ഉഷസ് ലോഡ്ജ് പ്രവാസികൾക്ക് വേണ്ടി ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തി. PPE കിറ്റ് വാങ്ങാൻ 1,20,000 രൂപ KAL ആരോഗ്യവകുപ്പിന് നൽകി. സർക്കാരിൻ്റെ ആഹ്വാനമനുസരിച്ച്
കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ കേരളത്തിൽ 10,000 കൃഷിയിടങ്ങൾ ഒരുക്കുന്ന പദ്ധതിക്ക് AIYF തുടക്കം കുറിച്ചു. വേൾഡ് വിഷൻ ആൻഡ് RR ഡോണല്ലി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കേരള പോലീസിനും ആരോഗ്യവകുപ്പിനും സാനിറ്റൈസർ, ഗ്ലൗസ്, മാസ്ക് എന്നിവ കൈമാറി. ദുരിതാശ്വാസ നിധി പലരും സംഭാവന ചെയ്തിട്ടുണ്ട്. ചില പേരുകൾ മാത്രമാണ് ഇന്ന് പറയുന്നത്. എന്നാൽ ആ ചിലതും കുറച്ചധികമാണ് എന്നുള്ളതാണ് വസ്തുത. കെ സോമപ്രസാദ് MP 1,00,000 രൂപ, മുൻ MP P രാജീവ് 27,000 രൂപ, A മുകേഷ് MLA ശമ്പളത്തിന് പുറമെ 1,50,000 രൂപ, മുൻ MLA അഡ്വക്കേറ്റ് ആന്റണി രാജു 1,00,000 രൂപ, മുൻ MLA AK പത്മനാഭൻ 50,000 രൂപ, പുന്നപ്ര വയലാർ സമരസേനാനി VK ഭാസ്കരൻ സ്വാതന്ത്ര്യസമര പെൻഷൻ തുക, കൂത്തുപറമ്പ് രക്തസാക്ഷി KV റോഷന്റെ മാതാവ് നാരായണി 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക, കേരള കർഷക സംഘം 2ാം ഗഡു 22,10,000 രൂപ, 5 ലക്ഷം രൂപ നേരത്തെ നൽകിയിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആവശ്യപ്പെട്ട് യുവജന കമ്മീഷൻ ഫേസ്ബുക്ക് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. 2 ദിവസം കൊണ്ട് 3 ലക്ഷത്തോളം രൂപയാണ് കമ്മീഷൻ സമാഹരിച്ചത്. ബഹ്റിനിലെ VKL ഗ്രൂപ്പ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വർഗീസ് കുര്യൻ 1 കോടി, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് 50 ലക്ഷം, ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് 44,50,000 രൂപ, ഫറൂഖ് സർവീസ് സഹകരണ ബാങ്ക് 44 ലക്ഷം, രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് 40 ലക്ഷം, കോഴിക്കോട് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 35,25,800, കോഴിക്കോട് ടൗൺ സർവീസ് സഹകരണ ബാങ്ക് 35,03,000, കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് 31,25,607, ചേളന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 26,20,000, വെങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് 25,27,000, കോഴിക്കോട് നോർത്ത് സർവീസ് സഹകരണ ബാങ്ക് 25 ലക്ഷം, മൗവഞ്ചേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് 42,54,977, കാട്ടാക്കട മണ്ഡലത്തിലെ സഹകരണ ബാങ്കുകൾ 37,78,121, കണ്ണൂർ ചൊവ്വ റൂറൽ സഹകരണ ബാങ്ക് 36,33,200, കല്ലിയൂർ സർവീസ് സഹകരണ ബാങ്ക് 28,04,826, കയ്പമംഗലം പൂവത്തുകടവ് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് 25,58,500, പെരിന്തൽമണ്ണ കാർഷിക ഗ്രാമവികസന ബാങ്ക് 15,17,000, പട്ടാനൂർ സർവീസ് സഹകരണ ബാങ്ക് 15,40,384, കങ്ങഴ ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം, ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റി 15 ലക്ഷം, വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് 24,64,400, മട്ടന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 15,990,000, വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ച എഞ്ചിനീയർമാർ 12,74,001, പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം, കോറോം സർവീസ് സഹകരണ ബാങ്ക് 9,64,092, കോൺട്രാക്ട് കാരിയേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 8,40,000, തിരുവനന്തപുരം ജില്ലാ മർക്കൻഡൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 6,63,350, കോഴിക്കോട് PK സ്റ്റീൽസ് കമ്പനിയിലെ ജീവനക്കാരുടെ വകയായി 5,30,000, പഴയങ്ങാടി അർബൻ സഹകരണ ബാങ്ക് 5 ലക്ഷം, ഹൈടെക് മെറ്റൽ സൂരകം 5 ലക്ഷം, സെക്രട്ടേറിയറ്റ് എൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള 4,33,502, ചേംബർ ഓഫ് ഫാർമ എന്റർപ്രൈസസ് 4 ലക്ഷം, കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീയിലെ 3 CDS ഭരണസമിതിയിലെ 3,493 അയൽക്കൂട്ടങ്ങൾ 3,73,000,
പ്രോഗ്രസീവ് ഹോമിയോപ്പതിക് ഫോറം 2.5 ലക്ഷം. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി വിജയഭാനു 2,50,000. പി എം കുര്യാക്കോസ് ഭാര്യ അന്നമ്മ കുര്യാക്കോസ് ചെന്നിലൂർ 2 ലക്ഷം. ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എസ് കെ അജയകുമാറും ഭാര്യ പാറശാല സരസ്വതി ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു അജയകുമാറും 2 ലക്ഷം. ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എ എം ജോർജ് കുട്ടി 2 ലക്ഷം. തലശ്ശേരി മുനിസിപ്പാലിറ്റി കാർഷികോൽപ്പന്ന സംഭരണ വിതരണ സഹകരണ സംഘം 2 ലക്ഷം. കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആദ്യ ഗഡുവായി 2 ലക്ഷം. മലപ്പുറം കമ്പനിപ്പടിയിലെ കാജ മുഈനുദ്ദീൻ ലൈബ്രറി ആൻഡ് സംഗീത അക്കാദമി സക്കാത്ത് ദാനം 2 ലക്ഷം. കല്ലമ്പലത്തെ പരേതനായ സൈനുലാബ്ദിൻ്റെ ചരമവാർഷികത്തിനായി കുടുംബം കരുതിയ 2 ലക്ഷം. നിയമവകുപ്പ് സെക്രട്ടറി അരവിന്ദ ബാബു 1,95,820. ചിന്ത പബ്ലിഷേഴ്സ് ജീവനക്കാരുടെ സംഭാവന, എഴുത്തുകാരുടെ സംഭാവന, ജനറൽ മാനേജറുടെ ഒരു മാസത്തെ പെൻഷൻ തുക 1,56,371 രൂപ. കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് ലിമിറ്റഡ് ജീവനക്കാർ 1,25,875. ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ AIYF മേഖലാ കമ്മിറ്റികൾ ബിരിയാണി മേളയിലൂടെ സ്വരൂപിച്ചത് 1,25,975 രൂപ. ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ 1,16,320 രൂപ. KL ചെയർമാൻ കരമന ഹരി 1,07,500. KL MD ഷാജഹാൻ 1 ലക്ഷം. കൊടുങ്ങല്ലൂർ രവീന്ദ്രൻ AR പശുവിനെ വാങ്ങാൻ വെച്ച 1,04,000. കതിരൂർ പുല്യോട് ശ്രീകൂർമ്മക്കാവ് സേവാസമിതിയും എരുവട്ടി ദേശക്കമ്മിറ്റിയും കതിരൂർ കാഴ്ച കമ്മിറ്റിയും 1 ലക്ഷം. ടാക്സ് കൺസൾട്ടേഷൻ ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് AN പുരം ശിവകുമാർ 1 ലക്ഷം. RV ആചാരി ബാംഗ്ലൂർ 1 ലക്ഷം. തങ്കമ്മ ജോണി മാളിയേക്കൽ മരട് അകാലത്തിൽ മരണമടഞ്ഞ മകൻ ജോൺ റോയിയുടെ ഓർമ്മക്കായി 1 ലക്ഷം. KK ശിവശങ്കരപ്പിള്ള കുന്നത്തൂർ 1 ലക്ഷം. കണ്ടോത്ത് ശ്രീകൂർബ ഭഗവതി ക്ഷേത്രം 1 ലക്ഷം. എറണാകുളം മരടിലെ തങ്കമ്മ ജോണി 1 ലക്ഷം. തിരുവങ്ങാട് രാമപാദം ഗംഗാധരമാരാർ 1 ലക്ഷം. കൂടാളിയിലെ MB ഷർഫുദ്ദീൻ 1 ലക്ഷം. റിട്ടയേർഡ് അഗ്രികൾച്ചർ ഓഫീസർ KV നാരായണമാരാർ 1 ലക്ഷം. അവനവഞ്ചേരി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം 1 ലക്ഷം. വിരമിച്ച IAS ഓഫീസർ ഡോക്ടർ CV ആനന്ദബോസ് 1 ലക്ഷം. അതിരപ്പള്ളി വാഴച്ചാൽ തുമ്പൂർമുഴി ടൂറിസം മാനേജ്മെന്റ് കമ്മിറ്റി 1 ലക്ഷം. തലയോലപ്പറമ്പ് പിയത്ത ഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിസ്റ്റർ മേരി ലൂസി സ്വർണ്ണമാല. കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഖത്തർ 1 ലക്ഷം രൂപ. മുതിർന്ന അഭിഭാഷകൻ ചെറുന്നിയൂർ P ശശിധരൻ നായർ 1 ലക്ഷം. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ഒരു വിഭാഗം പാർട്ട് ടൈം സ്വീപ്പർമാരുടെ കൂട്ടായ്മ 1 ലക്ഷം. കാസർഗോഡ് ചെങ്കള സ്വദേശി മാധവൻ പാടി 1 ലക്ഷം. തിരുവനന്തപുരം സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1 ലക്ഷം. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ M ശാർഗധരനും ഭാര്യ ഡോക്ടർ N രത്നകുമാരിയും ചേർന്ന് 60,000. കേരള ക്ലബ്ബ് ഡൽഹി 50,000. സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷൻ അംഗം C വിജയകുമാർ 50,000. വേണുഗോപാൽ ഹോട്ടൽ ടൗൺ ടവർ 50,000. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം 50,000. ചുക്ലി ഒളവിലം റഹ്മാനിയ ജുമാ മസ്ജിദ് നോമ്പ് തുറക്കു വേണ്ടി ശേഖരിച്ച 33,333 രൂപ. ഇരണാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്ര സമിതി 25,000. കുട്ടികൾ വിളവൂർക്കൽ പഞ്ചായത്തിലെ ബാലസംഘം 23,200 രൂപ. ആലപ്പുഴ SDV ടേബിൾ ടെന്നീസ് അക്കാദമി കുട്ടികൾ 41,000. അപർണ കോലത്തുകര 11,000. കുളപ്പുറം വായനശാല കുട്ടികളിൽ നിന്ന് സമാഹരിച്ച് 20,200. നെയ്യാറ്റിങ്കര ഗവൺമെന്റ് JBSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി പ്രഭാത് നാരായണൻ 8,175. അശ്വിൻ കണ്ണോത്ത് മടപ്പുരക്കൽ ഭിന്നശേഷി പെൻഷൻ തുകയിൽ നിന്നും 7,500. തിരൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥി നിഖിൽ കഥകൾ എഴുതി കിട്ടിയ 5,000. നിവ കല്യാണി പാട്യം 5,000. സൂര്യ സുന്ദർ നെയ്യാറ്റിങ്കര 5,650. ബാംഗ്ലൂർ ഹാർവസ്റ്റ് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി മൈഥിലി 5,001. കണിച്ചാർ ജീസസ് ശിശുഭവൻ കുട്ടികൾ 5,000. നിരഞ്ജന നിരുപമ
പുന്നപുരം 5000. ഏലംകുളത്തെ വിദ്യാർത്ഥികളായ അഭിരാമി, ബിമൽ, അഭിനവ് ബിമൽ 4800. പയ്യന്നൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കിക്ക് ഓഫ് പരിശീലനാർത്ഥികൾ 10000. നിദ്രമോൾ ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് സാന്ദ്ര 3765. ആയിഷ കോഴിക്കോട് മാങ്കാവ് 2571. അഭ്യംദൈ ആഭ പിണറായി 2727. മണ്ണമ്പറ്റ സ്വദേശികൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന സഞ്ജീവ്, വേദിക, ആദിത് 5000. വിനയ് രത്നൻ വി കടക്കരപ്പള്ളി 2525. ആലപ്പുഴ മുഹമ്മ എ ബി വിലാസം HSS വിദ്യാർത്ഥികൾ 30,000. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. മടങ്ങി വരുന്ന പ്രവാസികളെ 14 ദിവസം ക്വാറന്റൈൻ ചെയ്യണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. സംസ്ഥാനം 7 ദിവസവും പറയുന്നു. എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ അകത്തൊരു സമവായം, അല്ലെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാനം ഇപ്പോൾ തീരുമാനമെടുക്കുന്നത്? 7 ആണോ 14 ആണോ? ഇതിൽ പൊതുവായിട്ടുള്ള ക്വാറന്റൈൻ പീരീഡ് എന്ന് പറയുന്നത് ഇവർ വന്ന ഉടനെ ക്വാറന്റൈനിലാണ് ഉണ്ടാവുക. ഇന്നലെ തന്നെ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 7ാമത്തെ ദിവസം PCR ടെസ്റ്റിന് അവർ വിധേയരാകും. അപ്പോൾ PCR ടെസ്റ്റിൽ കൃത്യമായ ഫലം അപ്പോഴേക്ക് ലഭിക്കും. അതിൽ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് അയക്കും. അല്ലാത്തവർ വീട്ടിൽ പോയി ക്വാറന്റൈൻ വീണ്ടും തുടരണം. ഇതാണ് ഇവിടെ സ്വീകരിക്കുന്ന നില. ആദ്യം വരുന്നവരില് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ മാത്രമാണോ ഉള്ളത്, അത് മറ്റ് രാജ്യങ്ങളിൽ ഉള്ള പ്രവാസികളായിട്ടുള്ള മലയാളികളും ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് അറിയാം? ഇതിപ്പോൾ ഓരോ സ്ഥലവും പിന്നീട് അറിയിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ അറിയിച്ചിട്ടുള്ളതിൽ ആദ്യം മുൻഗണന ഗൾഫിലുള്ളവർക്കാണ്, എന്നാൽ മറ്റു സ്ഥലങ്ങളിലുള്ളവരും ഉണ്ടാകും. കണ്ണൂർ വിമാനത്താവളം ഈ പ്രവാസികളെ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അതിലെന്തെങ്കിലും അവ്യക്ത പ്രശ്നമുണ്ടോ? നേരത്തെ അവ്യക്തത ഉണ്ടായിരുന്നു, ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അത് കണ്ണൂർ വിമാനത്താവളവും കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമായിട്ടുണ്ട്. നമ്മൾ ഈ 14 ദിവസം നമ്മൾ കേന്ദ്രം ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ നമ്മളത് പാലിച്ചില്ലെങ്കിൽ അത് മറ്റൊരു ഇതാവും. കാരണം 7 ദിവസം 14 ദിവസം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ വേണമെന്നാണ് ഈ ഗൈഡ് ലൈനിലൊക്കെ പറയുന്നത്. ഇതൊക്കെ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് നടക്കേണ്ട കാര്യങ്ങളാണല്ലോ. അതനുസരിച്ച് മാത്രമേ സംസ്ഥാനവും ചെയ്യൂ. അതിനെപ്പറ്റി വേറെ ആശങ്ക വേണ്ടതില്ല. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്നലെ പറഞ്ഞത് ഈ തിരികെ വരുന്നവർക്ക് ആവശ്യമായ പരിശോധന കേന്ദ്രം തന്നെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് CM പറഞ്ഞ വസ്തുതാവിരുദ്ധമാണെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തിരികെ വരുന്നവരെ നമ്മൾ അതാത് ജില്ലയിലെ ക്വാറന്റൈൻ ആക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിട്ട് അവരെ കൊണ്ടുപോകുന്ന നമ്മുടെ സംവിധാനത്തിലായിരിക്കും, അതോ അവരുടെ വാഹനത്തിൽ ഈ ക്വാറന്റൈൻ മേഖലയിലേക്ക് മാറ്റുമായിരിക്കും? ക്വാറന്റൈൻ എന്നത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം സംസ്ഥാനമാണ് നിർവഹിക്കുക. മറ്റൊരു കാര്യം, ഈ ഗർഭിണികളുടെ കാര്യം CM പറഞ്ഞല്ലോ. പ്രവാസികളാണെങ്കിലും ഗർഭിണികളെ നേരിട്ട് വീട്ടിലേക്ക് വിടുന്നത്. ഈ കുട്ടികളുടെ കാര്യം, ഒപ്പം തന്നെ പ്രായമായവർ, രോഗികളായ ആളുകൾ, അവരെയും ഈ കുട്ടികളെ നമ്മൾ ക്വാറന്റൈനിൽ സർക്കാർ തലത്തിൽ നിർത്തുമോ? ചെറിയ കുട്ടികളാണെങ്കിൽ വീട്ടിലേക്ക് വിടും. അതാണ് ഏറ്റവും ഉത്തമം. കാരണം അവർ മറ്റു സ്ഥലത്തായാൽ അതുണ്ടാക്കുന്ന പ്രയാസങ്ങളുണ്ടാകും. രോഗികളായിട്ടുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമായ രോഗപരിശോധന നടത്തി അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുക്കും എന്ത് വേണം എന്നുള്ളത്. SSLC മുതൽ +2 വരെയുള്ള പരീക്ഷകൾ 21 മുതൽ 29 വരെ നടത്തുമെന്ന് പറഞ്ഞു. മൂല്യനിർണ്ണയം മെയ് 13 തുടങ്ങുകയാണ്. നേരത്തെ നടത്തിയ പരീക്ഷകളുടെ ആയിരിക്കാം. പക്ഷേ ലോക്ക്ഡൌൺ കാലയളവ് 17 വരെയാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഈ അധ്യാപകർക്ക് മൂല്യനിർണ്ണയത്തിന് പോകുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ? അത് പ്രത്യേക ഡ്യൂട്ടിയായി പരിഗണിച്ച് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേക തടസ്സമൊന്നും വരില്ല. ഇപ്പം ഗൾഫിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അമേരിക്ക, ബ്രിട്ടനിൽ നിന്നൊക്കെ വരുന്നവർ കേരളത്തിലേക്ക് അവർക്ക് വിമാനമില്ല, അവർ മറ്റു സ്ഥലത്ത്. അപ്പം നമ്മുടെ മലയാളികൾ മറ്റു സ്ഥലത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അത് എന്തായിരിക്കും സംവിധാനം? നമ്മൾ അക്കാര്യത്തിൽ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയില്ല. അത് ഒരു അമേരിക്കയിൽ നിന്ന് ഒരാൾ യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്ത് ചെന്നിറങ്ങിയാൽ എന്താകും സ്ഥിതി എന്ന് പറയാൻ ഞാനാരുമല്ലല്ലോ. എനിക്കൊന്നും പറയാൻ കഴിയില്ല അക്കാര്യത്തിൽ. അല്ല, നമ്മളെ ഇങ്ങോട്ടേക്ക് അവിടുന്ന് ഫ്ലൈറ്റ് ഇല്ലെന്നുള്ളതാണ് ഒരു പരാതി. അതെ, അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എല്ലാ കണക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ള ആളുകൾ ഇത്രയാണ് എന്നത് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ത്യ ഗവൺമെൻറ് ക്രമത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ മാത്രം ആശങ്കയല്ല, വലിയൊരു വിഭാഗത്തിന്റെ ജനങ്ങളുടെ ഒരു ആശങ്കയും ആവശ്യവും കൂടെയാണ്. ഈ മദ്യഷാപ്പുകൾ തുറക്കുന്നത്, കള്ളുഷാപ്പുകൾ CM പറഞ്ഞു, മദ്യഷാപ്പുകൾ ഈ 17 വരെ തുറക്കുകയില്ലേ, അല്ലെങ്കിൽ തീയതി പിന്നീട് തീരുമാനിക്കും? എന്താണ് അതിന്റെ ഒരു വസ്തുത?
അല്ല, ആദ്യം കള്ള് ഷാപ്പ് തുറക്കുന്നു, പിന്നെ മറ്റു കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്താണെന്നുള്ളത്. ഏതായാലും പൂർണ്ണമായി അടച്ചിടുക എന്നൊരു നയം സർക്കാരിനില്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് തുറന്ന ഇത് ഞാനെന്ന് പറഞ്ഞോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ തുറന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. വലിയ ആൾക്കൂട്ടവും ബഹളവും എല്ലാം നടക്കുകയാണ് അവിടെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ അതേപോലെ തുടരാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു സാവകാശം എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറ്റുക. ഈ കള്ളച്ചെത്ത് തൊഴിലാളികള് ഈ തെങ്ങിൽ കയറാനൊക്കെ പോകുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ തടയുന്നുണ്ട്. ഇപ്പം CM പറഞ്ഞു 13-ാം തീയതി മുതൽ കള്ള് ഷാപ്പ് തുറക്കുന്നു. പക്ഷേ തെങ്ങിൽ കയറാൻ പോലും അനുവദിക്കുന്നില്ല എന്ന പരാതി ആലപ്പുഴയിൽ നിന്ന് പ്രത്യേകിച്ച് വരുന്നുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥർ തടയുന്നുള്ള പരാതിയാണ് പ്രധാനമായും വരുന്നത്. അങ്ങനൊരു പരാതി സർക്കാരിൻ്റെ ശ്രദ്ധയിലില്ല. സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ളത് നേരത്തെ തെങ്ങ് ചെത്താൻ അനുവദിച്ചു. ആ തെങ്ങ് ചെത്താൻ അനുവദിച്ച തീയതി മുതൽ ചെത്തുതൊഴിലാളികൾ തെങ്ങ് ചെത്തിയിട്ടുണ്ട്. അതിപ്പോൾ കള്ളാകുന്ന നില വന്നിട്ടുണ്ട്. കുറച്ച് ആഴ്ച പിടിക്കും തെങ്ങ് ചെത്തി കള്ളാവുന്നതിന്. നേരത്തെ നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങുന്ന ഘട്ടത്തിൽ തെങ്ങിൻ്റെ കെട്ടിറക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തെങ്ങിൻ്റെ കൊലയുടെ കെട്ടൊക്കെ അറുത്ത് കള്ള് ഉൽപ്പാദനം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ അത് വീണ്ടും തുടങ്ങാൻ പറഞ്ഞപ്പോൾ തൊഴിലാളികൾ തുടങ്ങുന്നതിന് നടപടികൾ സ്വീകരിച്ചു. ഇനി അത് കള്ള് ഷാപ്പിലെത്തിയില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നമാകും. അതുകൊണ്ടാണ് കള്ള് ഷാപ്പ് ഈ 13-ാം തീയതി തുറക്കാമെന്ന് വെച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തൊഴിലാളികളുടേതായ ധാരാളം വഴികളുണ്ട്. നിങ്ങൾ മുഖേന പുറത്തേണ്ട യാതൊരു പ്രശ്നവും വരുന്നില്ല. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ ഗൗരവമായിട്ട് ഉന്നയിക്കും. സിമന്റിന്റെ വില വർദ്ധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 100 രൂപ വരെ വർദ്ധിപ്പിച്ചു. പക്ഷെ മലബാർ സിമന്റ്സ് വർദ്ധിപ്പിച്ചു. കേരള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള അതേക്കുറിച്ച് അറിഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. 1200 വിദ്യാർത്ഥികൾ ഹരിയാന, ഡൽഹിയിൽ നിന്ന് CM പറഞ്ഞിരുന്നല്ലോ. ഈ മേഘാലയയിലും കുട്ടികൾ, കോട്ടയത്തു നിന്നുള്ള കുട്ടികൾ 15ഓളം പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. അപ്പം ഇത്രയും കുട്ടികൾ മാത്രമേ ഉള്ളൂ. എല്ലാ സംസ്ഥാനത്തു നിന്നും വിദ്യാർത്ഥികളെ നമ്മൾ എത്തിക്കുന്നതിന്, ഡൽഹിയിലേക്ക് എത്തിച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു പദ്ധതി ഉണ്ടോ? സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെയാണ് പരിപാടി. അതിന് ആദ്യത്തെ ഒരു തുടക്കം ഡൽഹിയിൽ നിന്ന് തുടങ്ങുകയാണ്. അതിന് തുടർച്ചയായിട്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മടങ്ങി വരുന്ന പ്രവാസികളുടെ കാര്യത്തിൽ അവരുടെ നിരീക്ഷണ കാലാവധിക്ക് ശേഷം തുടർ പരിശോധന ഉണ്ടാവുമോ? അത് സംബന്ധിച്ച് സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ടോ? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പല സ്വകാര്യ സ്കൂളുകളും ഇപ്പോൾ പ്രവേശന നടപടിയുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? നിരീക്ഷണ കാലാവധിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിരീക്ഷണ കാലാവധിയുടെ ഘട്ടത്തിൽ രോഗമുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. രോഗമില്ലെങ്കിൽ അതിൻ്റെ ഘട്ടം കഴിഞ്ഞല്ലോ. അവർ കൃത്യമായിട്ട് 14 ദിവസം നിരീക്ഷണത്തിൽ കഴിയുക എന്നുള്ളത് തന്നെയാണ് നമ്മളും കാണുന്നത്. നേരത്തെ 28 ദിവസത്തിന് ശേഷവും പോസിറ്റീവ് കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ 14 ദിവസത്തിന് ശേഷം ഒരു പോസിറ്റീവ് ഫലം വരാനുള്ള സാധ്യത കാണുന്നില്ല. അത് ചില പ്രത്യേക കേസുകളിൽ 14 ദിവസം വീണ്ടും ഇരിക്കേണ്ടവരുണ്ടാകും. അത് അവരോട് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കും. ആരോഗ്യ പ്രവർത്തകരെ നിർദ്ദേശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവർക്ക് തുടർ പരിശോധന ഉണ്ടാവില്ല എന്നാണോ CM പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്തത് എങ്ങനെയാണ് നിങ്ങൾ കേട്ടത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ അലവൻസ് വെട്ടിക്കുറച്ചതായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്, 20% അത് ശരിയാണോ? അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്നലെ ചോദിക്കേണ്ടതായിരുന്നു. ഈ സാലറി കട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി, ഈ സർക്കാരിന്റെ ഓർഡിനൻസ് നിയമാനുസൃതമാണെന്ന് ഇന്നലെ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ഈ പ്രതിപക്ഷത്തിന് തിരിച്ചടിയായിട്ടാണോ സർക്കാർ അതിനെ കാണുന്നത്? ഇത് സർക്കാർ നിലപാടിനുള്ള ഒരു അംഗീകാരം എന്ന നിലക്ക് അതിനെ കണ്ടാൽ മതി. ഈ പ്രതിപക്ഷത്തിന് തിരിച്ചടിയേൽക്കുന്നത് ഒന്നും നോക്കി നടക്കുകയല്ലോ സർക്കാർ ചെയ്യുന്നത്. സർക്കാരിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് നാടിനു വേണ്ടി സ്വീകരിക്കുന്ന നടപടിയാണ്. അത് നിയമ സംവിധാനം കൂടി, ഹൈക്കോടതി കൂടി അംഗീകരിക്കാൻ നില വന്നിരിക്കുന്നു. ആ നിലയ്ക്ക് നമ്മളതിനെ കാണേണ്ടതായിട്ടുള്ളൂ. നേരത്തെ 7 ദിവസമാണ് വീടുകളിൽ 7 ദിവസമാണ് സർക്കാർ തലത്തിൽ നിർബന്ധിത ക്വാറന്റൈൻ എന്ന് പറഞ്ഞു. മലപ്പുറം കളക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം ജില്ലയിൽ വരുന്നവരെല്ലാം തന്നെ 14 ദിവസവും സർക്കാരിന്റെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ കഴിയണമെന്ന്. അപ്പോൾ അത് CM പറഞ്ഞതിൽ ഒരു വ്യത്യസ്തമായ നിലപാട് ആ മലപ്പുറം കളക്ടർ ഭാഗത്ത് വന്നിരിക്കുന്നത്. അല്ല, ആരും വ്യത്യസ്തമായിട്ട് പോകില്ല. എല്ലാ സ്ഥലത്തും ഈ പറയുന്ന നിലപാടേ ഉള്ളൂ. ഒരു സ്ഥലത്തും വ്യത്യസ്ത നിലപാടുണ്ടാവില്ല. CM പലതവണ ഈ പത്രസമ്മേളനത്തിൽ നിർദ്ദേശിച്ചതും ചൂണ്ടിക്കാണിച്ചതും ഞങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ്. നേരത്തെ ഇവിടെ ചോദ്യം വന്നതാണ്, ഈ സ്കൂളുകളിൽ, സ്വകാര്യ സ്കൂളുകളിൽ ഫീസ്
പിരിവ് തുടങ്ങിയിട്ടുണ്ട്. അവർ മെസ്സേജ് അയച്ച് അടയ്ക്കാൻ പറ്റാത്തവരെ നിർബന്ധിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകർക്ക് ഈ മാസം ശമ്പളം കൊടുക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ട്. പലതവണ അങ്ങനെ ഇത് ആവർത്തിക്കരുതെന്ന് ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതാണ്. അതായത് എന്തെങ്കിലും ഒരു നടപടിയോ അന്വേഷണമോ എന്തെങ്കിലും നടത്താൻ തയ്യാറാണോ? ഇതിപ്പോൾ മെയ് മാസം ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത വിദ്യാഭ്യാസ വർഷത്തിൻ്റെ പ്രവേശന കാര്യത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും സ്കൂളുകൾ നടപടികൾ സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പരസ്യപ്പെടുത്തും. അതിൽ വലിയ അസാംഗത്യം ഇപ്പോൾ നമ്മൾ കാണേണ്ടതായിട്ടില്ല. ഇനി സാധാരണഗതിയിൽ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. എപ്പോൾ സ്കൂൾ തുടങ്ങുമെന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ജൂൺ 1 തന്നെ ഓൺലൈനിൽ ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഇത്തരം സ്കൂളുകളിലെ ജീവനക്കാർ, അധ്യാപകർ അവർക്കെല്ലാമുള്ള വേതനം നൽകൽ അത് കൃത്യമായി നൽകണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. അയൽ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്വന്തമായി വാഹനമില്ലാത്തവരുണ്ട്, അവർക്ക് തിരികെ എത്തുന്നതിന് KSRTC ഉൾപ്പെടെ സംവിധാനം പരിശോധിക്കുമോ? ഇപ്പം അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. മാലിയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കൂടുതൽ അധ്യാപകരാണ്. അവർ അവിടെ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ തിരിച്ചു വന്നാൽ ജോലി പോകുന്ന ഒരു ഭീഷണി അവിടുത്തെ മാനേജ്മെന്റുകൾ മുഴക്കിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുന്നതാണോ? അത് ജോലിയുടെ കാര്യത്തിലുള്ള ഭദ്രത ഉറപ്പുവരുത്തിക്കൊണ്ടേ മറ്റു നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവും. സാധാരണ നിലക്ക് നമുക്ക് നിർദ്ദേശിച്ചാൽ നൽകാൻ കഴിയുന്ന ജോലിയല്ലത്. അപ്പോൾ അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമായിട്ടേ ബന്ധപ്പെട്ടവരാക്കാര്യത്തിൽ മറ്റു നടപടികൾ എടുക്കാവൂ. റെഡ് സോണിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ റെഡ് സോണിൽ നിന്ന് വരുന്നവർ ക്വാറന്റൈനിൽ പോകണമെന്ന് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ നിന്ന് നമ്മുടെ മറ്റ് ജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നിബന്ധന ബാധകമായിരിക്കില്ല. അവിടെ നിന്ന് പോകാനോ അവിടത്തേക്ക് പോകാനോ അനുമതി കൊടുക്കില്ല. ഒരു കാര്യം അതില് ഈ കോട്ടയം ഇപ്പോൾ രോഗങ്ങളില്ലാത്തൊരു ജില്ലയായി മാറിയല്ലോ. പക്ഷെ കോട്ടയത്തിന് അനുമതി ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. കോട്ടയം റിസോർട്ട് തന്നെയാണ്. ഒരു രോഗിയില്ലാത്തൊരു അവസ്ഥ വന്നു. അതൊക്കെ ഈ അത് സാധാരണ നിലക്ക് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകുമല്ലോ. റെഡ് സോണായ ജില്ലകൾക്ക് മാത്രമാണ് അത് ബാധകം. എല്ലാ കാലത്തും ഒരു ജില്ല റെഡ് സോണായി കിടക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അവരൊഴിവായാൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കും. സ്കൂളുകളിൽ ജൂൺ 1 ഓൺലൈനായിട്ട് പഠനം ആരംഭിക്കുന്നവർ അച്ചടിച്ച പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിന് എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കുമോ? ആ കാര്യം കൃത്യമായിട്ട് ആലോചിക്കും. കേന്ദ്രത്തിന്റെ അനുമതി കിട്ടി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അതിഥി തൊഴിലാളികളെ നമുക്ക് ഇവിടുന്ന് അവരുടെ നാട്ടുകളിലേക്ക് മടക്കി അയക്കാൻ കഴിഞ്ഞു. പക്ഷേ നേരത്തെ CM അതിന് വിശദീകരണം നൽകി, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അന്യ സംസ്ഥാനത്തുള്ള മലയാളികളെ എന്തുകൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പെട്ടെന്ന് കഴിയുന്നില്ല? അതെവിടെയാണ് സാങ്കേതികപരമായ തടസ്സം? കേന്ദ്രത്തിന്റെ ഒരു സഹകരണ കുറവുണ്ടോ? കാര്യങ്ങൾ നേരത്തെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഓരോ സംസ്ഥാനത്തു നിന്നും ആ സംസ്ഥാനങ്ങൾ കൂടി അതിന് മുൻകൈയെടുത്ത് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ വരാൻ കഴിയൂ. അവർ വിചാരിച്ചാൽ മാത്രം വരാൻ കഴിയുന്നതല്ല. പ്രവാസികളെ മടക്കിക്കൊണ്ടുവരുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഏകോപനമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ. പല കാര്യങ്ങളിലും സംസ്ഥാനം പറയുന്നതും കേന്ദ്രം പറയുന്നതും ആശയക്കുഴപ്പമുണ്ട്, അവ്യക്തതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് വ്യക്തതയുണ്ടാക്കാനല്ലല്ലോ ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ പൊതുവിൽ നാട്ടിന് കാര്യങ്ങൾ വ്യക്തതയുണ്ടാക്കാനാണ്. അദ്ദേഹത്തിനൊക്കെ വ്യക്തതയുണ്ടാക്കാൻ ഞാൻ അശക്തനാണ്. കാരണം ഒരു കാലത്തും വ്യക്തതയുണ്ടാകില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനതിന് മറുപടി പറയാൻ അശക്തനാണ്. ഇന്നലെ ഈ വി മുരളീധരൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത് 80,000 ആളുകളെയാണ് മൊത്തം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഈ കണക്കൊക്കെ എവിടെ നിന്നാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് എന്നാണ് ഈ വി മുരളീധരൻ ചോദിക്കുന്നത്. അത്രയും ആളുകളെ ഒന്നും അല്ല. അത്തരത്തിലാണ് ഈ വി മുരളീധരന്റെ പറയുന്നത്. ഇതും ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്ന കാര്യങ്ങളല്ലേ? അത് മുഖ്യമന്ത്രി നിലക്ക് തന്നെ കിട്ടിയ കണക്കാണ്. അതിലൊരു ആശ്ചര്യപ്പെടേണ്ടതുമില്ല. ഒരു കാര്യം, നമ്മുടെ ഈ ടെലിവിഷൻ പ്രോഗ്രാംസ് അതിന്റെ ഷൂട്ട് ഒക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ ന്യൂസിന്റെ പ്രോഗ്രാം ആണല്ലോ. അപ്പം അവർക്കൊരു പരാതി ഉണ്ട്, ഇങ്ങനെ അത് വീണ്ടും ഷൂട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് അവരുടെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. എന്റർടൈൻമെന്റ്സുകൾ സാധാരണ നിലയ്ക്ക് ഇപ്പോൾ നിന്നുപോയിരിക്കുകയാണ്. അതിന്റെ ആ പരിപാടികൾ ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലോക്ക്ഡൌൺ കാലാവധി 17 വരെ റെസ്റ്റോറന്റുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ പാഴ്സൽ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ റെസ്റ്റോറന്റുകളിൽ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമില്ല. പക്ഷെ 13-ാം തീയതി നമ്മൾ കള്ള് ഷാപ്പ് തുറക്കുമ്പോൾ ഈ കള്ള് ഷാപ്പുകളിൽ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമോ?
അത് നമുക്ക് ആലോചിച്ച് പറയാം എന്താന്ന്. CMI മൊറട്ടോറിയം നമ്മൾ പ്രഖ്യാപിച്ചിട്ട് പല ബാങ്കുകളും മൊറട്ടോറിയം അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഈ ബജാജ് ഫിനാൻസ് പോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും ആൾക്കാരിൽ നിന്ന് പൈസ പിടിക്കുന്നു പരാതി പല ആൾക്കാരും ഉന്നയിക്കുന്നുണ്ട്. അത് SLBCയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുക. മൊറട്ടോറിയവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് തുറന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CMI കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ കാര്യത്തിൽ നേരത്തെ താങ്കൾ പറഞ്ഞു CMന് ലഭിച്ച വിവരമാണെന്നുള്ളത്. അദ്ദേഹം അക്കാര്യത്തിൽ മാത്രമല്ല, വിമാനം കയറുന്നതിന് മുമ്പ് ആ രാജ്യങ്ങളിൽ പരിശോധന നിർബന്ധമാണ്, മുഖ്യമന്ത്രി അക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുള്ള നിലയിലും അദ്ദേഹം പരാമർശം നടത്തി. ഒരു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് അദ്ദേഹം. ഇതിനെ ഒരു ഒന്നുകിൽ CM ഈ വസ്തുതകൾ അദ്ദേഹം പറയും പോലെ അറിയാതെയാണോ, അതോ അദ്ദേഹം ഒരു രാഷ്ട്രീയപരമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തതുകൊണ്ടാണ്, നേരത്തെ നിങ്ങൾ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടല്ല ഞാൻ പറയാതിരുന്നത്. അത് എല്ലാവരും സ്വയം അവകാശരാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ എത്ര തുക CMന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്നതാണോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ അതിൻ്റെ കണക്കില്ല. പക്ഷേ നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച കണ്ടല്ലോ ഒരു ദിവസം ഒരു വാർത്തയിൽ ഇത്രയാണെന്നുള്ളത്. അല്ല, അതങ്ങനെ ഒരു കണക്ക് പറയാത്ത കാരണം ഈ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് യാത്രാ തുക കൊടുക്കുന്നതിനെക്കാട്ടിലും അത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ദൂർത്തടിക്കാൻ കൊടുക്കാൻ കഴിയില്ല, അതിന് പ്രളയത്തിന്റെ കണക്ക് പോലും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ദൂർത്തടിക്കാൻ കൊടുക്കാൻ കാശില്ലെന്നാണ് പറയുന്നത്. ഞാൻ അതിനൊന്നും മറുപടി പറയാനല്ലല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. മറുപടി അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പം ഞാൻ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഇരിക്കുന്നത്. ഇതൊന്നും നാട്ടിൽ വിലപ്പോകുന്ന കാര്യമല്ല എന്നത് ആ പറയുന്നവരൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്. ശരി, ഇപ്പോൾ നമ്മൾ നാളെ കാണില്ല, മറ്റന്നാൾ കാണാം.